ഹലോ, ഞാൻ പലപ്പോഴും പല റെസിപ്പീസും ഇങ്ങനെ ട്രൈ ചെയ്യാൻ കാരണം എൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ളത് മാത്രമല്ല, എൻ്റെ ക്രേവിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ്. അങ്ങനെ പണ്ട് യൂട്യൂബിൽ കണ്ട റെസിപ്പി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുട്ടയിലേക്ക് തൈരും ചില്ലി സോസും ലേശം ഗാർലിക് പൗഡറും പാഴ്സലി ലീവ്സും ചിക്കൻ്റെ ക്യൂബും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. ഇത് ഒന്ന് മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഒരു കപ്പ് മൈദയും അതിൻ്റെ പകുതി അളവിൽ കോൺ സ്റ്റാർച്ചും എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഫ്ലോർ. എന്നിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുകയാണ്. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ലൊക്കെ വരും, എടുത്ത് കഴിക്കാനൊക്കെ തോന്നും, പാടില്ല, കൺട്രോൾ ചെയ്യണം. എന്നിട്ട് അതേ പാനിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടൊന്ന് സോട്ട് ചെയ്യണം. അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും ലേശം ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ചേർക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നുകൊണ്ട് ചൂടുവെള്ളത്തിനകത്ത് ചിക്കൻ്റെ ക്യൂബ് ഇട്ട് ഒന്ന് ഡിസോൾവ് ചെയ്ത് അതിനകത്തേക്ക് ചേർത്തു. എന്നിട്ട് കുറച്ച് ചില്ലി സോസും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ചൂടാറാനായിട്ട് ഇതൊന്ന് ഓഫാക്കി മാറ്റി വയ്ക്കും. കുറച്ച് നേരം കഴിഞ്ഞ് അതിനകത്തേക്ക് ഹണി ചേർക്കണം. ഈ ഹണി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ അതിനകത്തേക്ക് ചേർത്ത് ഡിപ്പ് ചെയ്ത് വെക്കണം. രണ്ട് വശവും ഡിപ്പായി കഴിയുമ്പോഴേക്കും ഹണി ഗാർലിക് ചിക്കൻ ടെൻഡേഴ്സ് റെഡിയാണ്. അപ്പോൾ ട്രൈ നോക്കണേ.